എറണാകുളത്ത് പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ പോലീസിന്റെ കൊടും ക്രൂരത. എല്ല് വളയുന്ന സ്കോളിയാസിസ് രോഗമുള്ള ആൺകുട്ടിയുടെ 2 കൈയും 5 പോലീസുകാർ ചേർന്ന് തല്ലിയൊടിച്ചു. പെൺസുഹൃത്തിനോടൊപ്പം സംസാരിച്ച് നടക്കുന്നതിന് പിന്നിൽ നിന്ന് വീഡിയോ എടുത്ത പോലീസുകാരനെ ചോദ്യം ചെയ്തതായിരുന്നു പ്രകോപനം. യൂണിഫോമിലല്ലാതെ എത്തി വീഡിയോ പകർത്തിയ പോലീസുകാരനുമായി ഉണ്ടായ തർക്കത്തെ തുടർന്നാണ് കുട്ടിയെ പോലീസുകാർ കൂട്ടം കൂടി മർദ്ദിച്ചത്. ഒരു 5-6 പേര് ഗുണ്ടകളെ പോലെ 5-7 പേരുണ്ടായിരുന്നു. വലിച്ച് കയറ്റിയിട്ട് ഗുണ്ടകളെ പോലെ വലിച്ച് കയറ്റിയിട്ട് ആരാന്നറിയില്ല, യൂണിഫോം ഉണ്ടായിരുന്നില്ല ആർക്കും. വലിച്ച് കയറ്റിയിട്ട് ഇവർ കുറേ ഇടിച്ചു സ്റ്റേഡിയത്തിൽ കൊണ്ടുപോയിട്ട് കാറിൻ്റെ അകത്ത് ഒരു 10-15 മിനിറ്റോളം. അത് കഴിഞ്ഞ് ഇവർ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി അവിടെ നിന്നും കുറേ മർദ്ദിച്ചു. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെ 5 പോലീസുകാർ ചേർന്നാണ് കുട്ടിയുടെ കൈ തല്ലിയൊടിച്ചതെന്ന് കുട്ടി പറയുന്നു. നിലത്ത് കിടത്തി തലയിൽ ചവിട്ടിക്കൊണ്ടാണ് പോലീസുകാർ കൈ രണ്ടും തല്ലിയൊടിച്ചതെന്നും കുട്ടി വ്യക്തമാക്കി. ക്രൂരമായ പോലീസ് മർദ്ദനത്തിന് ഇരയായ കുട്ടി എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. എറണാകുളത്ത് താമസിക്കുന്ന തൃശൂർ സ്വദേശിക്കാണ് മർദ്ദനമേറ്റത്. ബാക്കിൽ കുണിച്ചിരുത്തി കുറേ അടിച്ചു, പിന്നെ കാലിന്റെ അടിയിൽ ചൂരിൽ വെച്ചടിച്ചു. എന്നോട് പറയല്ലേ എന്ന് പറഞ്ഞു. വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചുതരാം, വേറെ കേസൊക്കെ എടുത്തിട്ടും. ഇന്നലെ കല്ലൂർ മണപ്പാട്ടിപ്പറമ്പിൽ 17കാരനായ കുട്ടി പെൺസുഹൃത്തിനോടൊപ്പം സംസാരിച്ച് നടക്കുമ്പോൾ പിന്നിൽ നിന്നും ഒരാൾ ഇവരെ വീഡിയോയിൽ പകർത്തി. ഇത് കണ്ട് പ്രതികരിച്ചപ്പോൾ സംഘർഷമായി. യൂണിഫോമിലല്ലാതിരുന്ന പോലീസുകാരനാണ് ഇരുവരുടെയും ദൃശ്യം പകർത്തിയത്. അനുവാദമില്ലാതെ വീഡിയോ പകർത്തിയത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഇരുവരും തമ്മിലുണ്ടായ കയ്യാങ്കളിയിൽ പോലീസുകാരന് പരിക്കുപറ്റി. പോലീസുകാരനുമായാണ് പ്രശ്നമുണ്ടായതെന്ന് കുട്ടിക്ക് മനസ്സിലായതോടെ വീട്ടുകാരെ കൂട്ടി പോലീസ് സ്റ്റേഷനിൽ പോയി കാര്യം പറയാൻ തീരുമാനിച്ചു. എന്നാൽ അപ്പോഴേക്കും ഒരു കാറിൽ കൂടുതൽ പോലീസുകാരെത്തി പിടിച്ചുകയറ്റി കൊണ്ടുപോയി കല്ലൂർ സ്റ്റേഡിയത്തിന് പിന്നിലെത്തിച്ച് ക്രൂരമായി തല്ലിച്ചതച്ചു. കൂട്ടമായി വന്ന് കുട്ടിയെ പിടിച്ചുകൊണ്ടുപോയ പോലീസുകാർക്കും യൂണിഫോം ഉണ്ടായിരുന്നില്ല. തന്നെ ഫോണിൽ വിളിച്ച് കേൾപ്പിച്ചുകൊണ്ടാണ് പോലീസുകാർ കൈ രണ്ടും തല്ലിയൊടിച്ചതെന്ന് കുട്ടിയുടെ അമ്മ പറയുന്നു. ഇങ്ങനെ സംഭവമുണ്ട്, ഞാൻ സ്റ്റേഷനിൽ പോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ പോവാൻ വരട്ടെ, ഞാനും കൂടി വരാം, വന്നിട്ട് പോവാന്ന് പറഞ്ഞിട്ട് അവനവിടെ നിർത്തിയേക്കായിരുന്നു. ഞാൻ ഈ കോളിന്റെ ഇടയിലാണ് ഇവനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകണതും ഇടിക്കുന്നതും കൊല്ലുന്ന എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അതില് നീ ചാവടാ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഫോൺ റെക്കോർഡിലുണ്ട് എൻ്റെ ഇതില്. കുട്ടി വിഷാദ രോഗിയാണെന്നും എല്ലുവളയുന്ന സ്കോളിയോസിന് മരുന്ന് കഴിക്കുന്നുണ്ടെന്നും കുടുംബം പറഞ്ഞു. എന്താണ് ഈ ഡിപ്രഷനായിട്ടുള്ള രോഗമാണ് അവനക്ക് ഉള്ളത്. 9 വയസ്സ് തൊട്ടിട്ടുള്ളതാണ് അവന് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കണം. ഇക്ക മരിച്ചതിന് ശേഷം അവന് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിനുശേഷം അവന് ഡിപ്രഷന്റെ ഗുളിക പോയി അടുത്ത് വിനീത എന്ന് പറഞ്ഞൊരു ഡോക്ടറെയാണ് ഇവിടെ കാണിക്കേണ്ടായത്. സാധാ നിൽക്കുന്ന ഒരു കുഴപ്പമുണ്ടാവില്ല, അവന് ഓക്കെയാണ്. പക്ഷെ ആരെങ്കിലും പ്രൊവോക്ക് ചെയ്യുക, ദേഷ്യം പിടിപ്പിക്കുക, അവനക്ക് പെട്ടെന്ന് ദേഷ്യം വരും. എന്നാൽ 17 വയസ്സുകാരനും സുഹൃത്തുക്കളും ചേർന്ന് പോലീസിനെയാണ് ആക്രമിച്ചതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. ASI ഔദ്യോഗികപരമായ ഒരു കൃത്യത്തിന് വേണ്ടിയാണ് അവിടെ പോയത്. അപ്പോൾ അതിൽ ഒരു പയ്യന് 17 വയസ്സുകാരനാണ്. ഇദ്ദേഹത്തിനെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു 5 സ്റ്റിച്ച് ഉണ്ട് അത് ഭാഗമായിട്ട്. സോ കംപ്ലയിൻറ്റ് പ്രകാരം നമ്മൾ കേസെടുത്തു, ആളെ ഐഡൻറ്റിഫൈ ചെയ്തു. ബാക്കി ഒരു ജുവനൈൽ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനെതിരെ ആവശ്യമുള്ള നടപടികൾ നമ്മൾ എടുക്കും. ഫോണിൽ ദൃശ്യം പകർത്താൻ ശ്രമിച്ചതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ തലയ്ക്ക് പരിക്കേറ്റ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ കുട്ടിയുടെ കുടുംബം SP-ക്കും ബാലാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, കൊച്ചി.